ഇന്നലെ കണ്ണുപോലും തുറക്കാൻ കഴിയാത്ത കോമഡിയായിരുന്നു. ഹോസ്പിറ്റൽ മാനേജർ ഒരൊറ്റ വോയിസ് കോൾ പുറത്തു വിട്ടതോടെ കോമ മാറി കോമഡിയായി. ഇപ്പോൾ ഇതാ വീഡിയോയും വന്നു. ഞാൻ എന്താണ് ചിരിച്ചത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഈ കമൻറ്റ് വായിച്ചെന്നല്ലേ. ഇതുപോലത്തെ 100 കണക്കിന് കമൻറ്റുകളാണ് ലെവളുടെ പോസ്റ്റിൻ്റെ താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. ആരാന്ന് മനസ്സിലായില്ലേ? ഞാൻ കുറച്ച് കാലമായിട്ട് ഈ പീസിൻ്റെ വീഡിയോ ഒന്നും എടുക്കാറില്ലായിരുന്നു. നമ്മുടെ അരുണേട്ടൻ്റെ ജെസിന എന്ന് പറഞ്ഞ ആ ഒരു വേട്ടാവളിയെത്തിയേ. സാധാരണ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും വന്നിട്ട് നിരന്തരം മറ്റേ ഞരമ്പ് കട്ടിയതിൻ്റെ ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇവയ്ക്കെതിരെ ഒരുപാട് കേസുകൾ പല പോലീസ് സ്റ്റേഷനിലും ഉള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഫ്രോഡ്, തട്ടിപ്പ്, ഉഡായിപ്പ്, അങ്ങനെ എന്തൊക്കെ ഫ്രോഡ്, തട്ടിപ്പ്, ഉഡായിപ്പ്, നല്ല വിശ്വാസികളുടെ വിശ്വാസത്തേക്ക് എറിച്ചൊറിയുക, അങ്ങനെ ഒരുപാട് ഫ്രോഡ് പരിപാടികൾ കാണിച്ചിട്ടുള്ള ഈ ഫ്രോഡ് സാധനത്തിൻ്റെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങോട്ട് കയറ്റിയിട്ടേ ഇല്ല. പക്ഷേ ഇതിപ്പോൾ കയറ്റാതിരിക്കാൻ നിവർത്തിയില്ല. സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അരുണേട്ടൻ്റെ ജസ്നയെ എടുത്ത് ഭിത്തിയിൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. സംഭവം എന്താണെന്നറിയാമോ? ചേച്ചി കോഴിക്കോട് ഒരു ഹോസ്പിറ്റലെങ്ങാണ്ട് പോയിട്ട് എന്തോ ഒരു ചികിത്സ ചെയ്തപ്പോഴത്തേക്ക് ചേച്ചിയുടെ 2 കാലും മറ്റേ മന്ദം കാല് പോലെ ആയെന്നാണ് പറയുന്നത്. എൻ്റെ ഒരു ബലമായ സംശയം, ചേച്ചി വല്ല പ്രെഡിക്കൂറോ എന്തോ മാനിക്കൂറോ അങ്ങനെ എന്തൊക്കെയല്ലേ പറയുന്നത്, അതൊക്കെ ചെയ്ത് കാലിന് എന്തൊക്കെയോ സംഭവിച്ച് അങ്ങനെ ഇപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ നെഞ്ചത്ത് വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലൊന്നും അത്ര അങ്ങോട്ട് പുള്ളിക്കാരി അങ്ങോട്ട് എറിക്കുന്നില്ലല്ലോ. പിന്നെ ഈ അരുണേട്ടൻ എന്ന് പറയുന്ന ഈ വേട്ടാവളിന് ഇപ്പം നിരന്തരം കൂടെ ഉണ്ടല്ലോ. അവൻ്റെ കസിൻ ബ്രദർ എന്നാണ് പറയുന്നത്. ഈ കസിൻ ബ്രദറിന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നിൽക്കാനും ഇങ്ങനെയൊക്കെ പോകാനൊക്കെ സാധിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് ചിന്തിച്ചിട്ടൊരു പിടിയും കിട്ടുന്നത്. പിന്നെ പർദ്ദ മാറ്റി, തട്ടം മാറ്റി, താത്ത വേറൊരു പുതിയ രൂപത്തിലൊക്കെ വന്നിട്ട് അവതരിച്ചായിരുന്നല്ലോ. ഇപ്പം ഈ ചികിത്സയ്ക്ക് പോയ സമയത്ത് ഇട്ടിരുന്നത് പർദ്ദയാണ് കേട്ടോ. അത് അപ്പോൾ ചില ആവശ്യങ്ങൾ വരുമ്പോൾ പർദ്ദ ഉപയോഗിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് നെറ്റിയിൽ ചന്ദനക്കുറി തൊടും. എന്നിട്ട് നല്ല ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളുടെ ആ വിശ്വാസത്തേക്ക് എറിച്ചൊറിയും, അവരെ വെറുപ്പിക്കും. സോഷ്യൽ മീഡിയയിൽ ഇവളൊരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ 1000 കമൻറ്റ് വന്നാൽ 999 കമൻറ്റും ഇവൾക്കെതിരാണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പോയി നോക്കിയാൽ മതി. 1% ആൾക്കാർ പോലും ഈ വൃത്തികെട്ട കൂതറേനെ അംഗീകരിക്കത്തില്ല എന്നുള്ള. ഇപ്പോൾ ഇവളുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതും മറ്റതും മറിച്ചതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. കോമയിലാണ് ചേച്ചിയുടെ കിടപ്പം. അപ്പോൾ കോമയിൽ കിടക്കുന്ന ചേച്ചീനെ ശുശ്രൂഷിക്കാൻ അടുത്ത് നിൽക്കുന്ന വേട്ടാവളിയൻ ആരാണെന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളൊന്ന് കേൾക്കണം, കാണണം. കണ്ടതിന് ശേഷം ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു മറുപടി കേരളത്തിലെ പൊതുസമൂഹം, ഇവളെപ്പോലെ സ്ത്രീ സമൂഹത്തിന് അപമാനമായിട്ടുള്ള, സ്ത്രീ ഗണത്തിൽ പോലും ഉൾപ്പെടുത്താൻ പറ്റാത്ത ഇതുപോലത്തെ കൂതറയുടെയൊക്കെ അണ്ണാക്കി തന്നെ അടിച്ചു കൊടുക്കണം. കൂട്ടത്തിൽ ലവനും കൊടുത്തേരൊന്ന് കണ്ടോ. എനിക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാനും മറ്റുള്ളവർക്ക് എന്താ പറയുക ഒരു പ്രതീക്ഷ കൊടുക്കാനും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാട്ടോ ഞാൻ. ഇത് പറയുന്നത് ആരോടാന്ന് വെച്ചാൽ ഒരുപാട് ശത്രുക്കളുണ്ട് എനിക്ക്. മിത്രങ്ങളെക്കാട്ടിലും ഒരുപാട് ശത്രുക്കളുണ്ട് എനിക്ക്. അവരോടാണ് പറയുന്നത്. ഈ കിടക്കുന്നത് ആരാണെന്ന് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്. ജസ്ന സലീം ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറിക്കുത്തിയതിന് ശേഷം അവളുടെ കാല് ബൾജായാലും കൂടി വീങ്ങി ഒരു എന്താ പറയുക മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് പോലെയെല്ലാം കൂടി. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞെന്താ വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യത ഉണ്ടെന്നാണ്. നിങ്ങൾ കിടത്തുന്നതല്ലോ മരണത്തോട് മല്ലടിച്ച് കിടക്കുക. അത്രയും എന്താ പറയുക ഒരു സ്ഥലത്തേക്ക് നടക്കുമ്പോഴേക്ക് കാല് വീങ്ങി വരിക. ആ ഒരു കൊയിലാണ്ടി ടോളിൻ്റെ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നേഴ്സ്, ആ ഒരു നേഴ്സ് കാരണം ഇവിടെ ഈ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളും ഇതിൻ്റെ പേരിൽ സ്റ്റേഷനിൽ, അതായത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവിടെ ഉള്ള അവർ വരെ ഈ പോളി ക്ലിനിക്കിലുള്ള സ്ഥാപനത്തിനോട് മാത്രം കൂറും കാര്യങ്ങളും കാണിക്കാൻ നമുക്കൊരു വേണ്ട നടപടിയോ നീതിയും കാര്യങ്ങളൊന്നും തരുന്നില്ല. അന്ന് അവിടെ പോയപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഈ ഒരു ഗതി ഇനി വേറൊരാൾക്ക് വരാൻ പാടില്ല. ആ ഒരു നേഴ്സ് കാരണം ഇവൾ ഈ കിടന്ന് അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരു 2-3 സ്റ്റെപ്പ് നടന്ന് പോകുമ്പോഴേക്ക് ഇവർക്ക് ഈ ഒരു വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാനാവില്ല, കാല് വീങ്ങി വരിക ചെയ്യുക. ഇതിന് അന്ന് അവിടെ പോയിട്ട് പരാതി കൊടുത്തതിന് ശേഷം അവിടുത്തെ സാറ് ഇവൾക്ക്, അതായത് ഇവൾക്ക് ഹോസ്പിറ്റലിൽ ചിലവാകുന്ന, അതായത് ട്രീറ്റ്മെൻറ്റിന് ചിലവാകുന്ന എല്ലാവിധ ചിലവും കാര്യങ്ങളും
സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊയിലാണ്ടിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അവർ ചിലവഴിക്കണം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടുന്ന് വിട്ടതും. അതിനുശേഷം അവരൊരു എൻക്വയറി നടത്താനോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കാനോ ഒരു കാര്യത്തിനും വന്നിട്ടില്ല. അതിനു വേണ്ടിയുള്ള ഒരു നടപടിയോ അല്ല എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും ആ വേദന ഉണ്ടോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. ഇതിനു മുമ്പേ ആ ഒരു ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ റിവ്യൂ കേട്ടാൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ ഇതാണ് അന്ന് അവിടുന്ന് കാല് ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു അവസ്ഥ. നിങ്ങൾ തന്നെ കണ്ടാൽ അറിയാം ആ ഒരു കാലിൻ്റെ വീക്കവും കാര്യങ്ങളൊക്കെ. അപ്പം അത്രത്തോളം ആ ഒരു നേഴ്സിനോട് ചെയ്യരുത് ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യം ചെയ്ത് കാല് ഇങ്ങനെ ആക്കി വെച്ച് ആ നേഴ്സിനോടൊക്കെ എന്തെന്നാ പറയേണ്ടത്. ഞാനിപ്പോൾ ഈ വീഡിയോ വന്ന് നിങ്ങൾക്ക് ഈ കാല് കാണിച്ചു തരാനോ അല്ലെങ്കിൽ ഈ കാലിങ്ങനെ കണ്ടിട്ട് സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ ഒന്നുമല്ല. നാളെ ഈ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇവൾ മരണപ്പെട്ടു പോയാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി പോളിക്ലിനിക്, അതായത് കൊയിലാണ്ടി ടോളിനടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ജീവനക്കാരും അവിടുത്തെ ഓണറും. കാരണം അവർ കാരണം നല്ല കാലിലെ കോലനിലകൾ നോക്കും. ഒരു തരം മന്ദ പിടിച്ച ആളെ പോലെ ആയിപ്പോയി കാലെല്ലാം കൂടി. ഈ ഒരു ഗതി ഇനി ഒരാൾക്കും പോരാത്തതിന് അത് ചോദിക്കാൻ പോയ എന്നാ ഒരു ഉളുപ്പ് പോലും ഇല്ലാണ്ട് അവിടുത്തെ ആ നെയ്സ് വകവെച്ചിക്കില്ല. എന്നിട്ട് അവർ പോയി കൊടുത്ത് ഞാൻ പോയി താക്കി എന്നുള്ള രീതിയിലൊക്കെ അവർ പോയി കൊടുത്തിട്ട് പോലീസുകാർ വരെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഇതെന്തെങ്കിലും ബൈ ചാൻസ് ഇതിലെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെന്തായിരിക്കും ഇനി ചെയ്യുക? അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥാപനം നമുക്കിനി വേണ്ട എന്ന് തന്നെ വെക്കണം. ഇങ്ങനത്തെ ഒരു സ്ഥാപനം വേണ്ടല്ലോ. ഞാൻ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ നേരം കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ എന്താ പറയുക, ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെ നിൽക്കാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ നിൽക്കാൻ പറഞ്ഞ സമയത്ത് എനിക്ക് നോട്ടം പോകാനുള്ളതുകൊണ്ട് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞ് ചെയ്ത് ഡിസ്ചാർജ് ആയി പോയതാണ്. നമുക്ക് ആർക്കും വരുന്നൊരു അവസ്ഥയാണിത്. ഞാൻ അവിടെ കാണിച്ചു തരാം. അവിടെ എണീറ്റില്ല. ഒക്കെയാണ്. അപ്പോൾ ഇന്നലെ എനിക്കിന്ന് പോകാനുള്ളതുകൊണ്ട് രാവിലെ ഡിസ്ചാർജ് ചെയ്ത് വന്നതാണ്. നമ്മുടെ അരുണേട്ടൻ കട്ടയ്ക്ക് കൂടുള്ളപ്പോ നീ എന്തിന് ബേജാറാവണം? ആളുകളുടെ സപ്പോർട്ട് ഒന്നും നീ നോക്കണ്ട, നിന്നെ തെറി വിളിക്കുന്നൊന്നും നീ നോക്കണ്ട. കാരണം നീ ഇനിയിപ്പോ എന്ത് സത്യം പറഞ്ഞാലും കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ലെന്നേ. ഇവള് കാലിന് മറ്റേ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി പോയതായിരിക്കാം. അങ്ങനെ മരുന്നെന്തോ മാറി റിയാക്ഷൻ അടിച്ച് കാല് മറ്റേ മന്ദം കാല് പോലെ ആയിട്ടുണ്ട്. ഇതും കൊണ്ട് നേരെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുക. ഇപ്പൊ എല്ലാവരും എടുത്തിട്ട് അങ്ങോട്ട് വലിച്ചുകീറി ഒട്ടിക്കുക. എന്തൊക്കെ ഫ്രോഡ് പരിപാടികളാണ്, ഒരു സ്ത്രീ കാണിക്കാൻ പാടില്ലാത്ത എന്തൊക്കെ വൃത്തികേടുകളാണ് ലെവൽ ഇവിടെ കിടന്നുകൊണ്ട് ഇവനുമായിട്ട് കാട്ടിക്കൂട്ടിയതല്ലേ. ഇപ്പം വീട്ടില് നോക്കാനും പിടിക്കാനും ഒന്നും ആരുമില്ല. അതുകൊണ്ട് അമ്മയും അച്ഛനെയൊക്കെ അരുണേട്ടൻ ജസ്നമോളുടെ കെയറിന് വേണ്ടി വീട്ടിൽ കൊണ്ട് നിർത്തുമെന്നാണ് പറയുന്നത്. അരുണേട്ടൻ്റെയും ജസ്നമോളുടെയും ഈ സഹോദര സ്നേഹം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതുപോലത്തെ ഒരു സഹോദരനാ ഭൂമിയിൽ ഇനി ഈ സഹോദരിക്ക് ഇനി എവിടെയെങ്കിലും കിട്ടുമോ? എവിടെയും കിട്ടില്ല. അത്രയ്ക്ക് കെയറിങ് ആണ് കേട്ടോ. എന്തായാലും അടുത്തൊരു തട്ടിപ്പ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്നും കൂടെ വരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ജസ്നമോക്കും അരുണേട്ടനൊക്കെ കുളിര് കോരണം കേട്ടോ. അപ്പോൾ ഇടുമല്ലോ അല്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ബൈ.